മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി കരുതൽ 2015. ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി പാലക്കാട് മുന്നേറുകയാണ്. ഇത്തവണത്തെ ജനസമ്പർക്ക പരിപാടി കരുതൽ 2015 അവസാന ജില്ലയായ പാലക്കാട് ഇന്ന് 10,000-കണക്കിന് ആളുകളാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാനും തങ്ങളുടെ നിത്യജീവിതത്തിലെ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആഗ്രഹിച്ചുകൊണ്ട് ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്. 18,000-ലേറെ അപേക്ഷകർ മുൻപ് തന്നെ ഓൺലൈനായി അപേക്ഷകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ആ പരാതികളിലൊക്കെ തൃപ്തികരമായ പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ്. അതിനപ്പുറത്ത് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഈ ജനസമ്പർക്ക പരിപാടി നടക്കുന്ന വേദിയിലേക്ക് മറ്റ് 10,000-കണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ചികിത്സാ സഹായം ആവശ്യമുള്ള ആളുകൾ, BPL കാർഡ് ആഗ്രഹിക്കുന്ന ആളുകൾ, മറ്റു തരത്തിലുള്ള പട്ടയ പ്രശ്നമുള്ള ആളുകൾ, ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ നിരവധി തവണ ഉദ്യോഗസ്ഥ തലത്തിലും മറ്റും ശ്രമിച്ചിട്ടും പരിഹാരം കാണാതിരുന്ന ആവലാതികൾക്ക് പരിഹാരം ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ജനസമ്പർക്ക പരിപാടിയിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്നത്. ഇവിടെ വന്നു ചേരുന്ന ആളുകളുടെ മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള ഒരു സമീപനമല്ല, മറിച്ച് ഇവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് പൊതുവായ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസൃതമായി നിയമം മാറ്റണമെങ്കിൽ നിയമം മാറ്റുക, ചട്ടങ്ങൾ ഭേദഗതി വരുത്തണമെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുക, ആ രീതിയിൽ പൊതുവായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത്തവണത്തെ ജനസമ്പർക്ക പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം പാലക്കാട് ജില്ലയിലെ വികസന രംഗത്ത് വലിയ കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടാക്കുന്ന വലിയ വികസന പദ്ധതികളും ഇവിടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഈ വേദിയിൽ വെച്ച് പ്രഖ്യാപിച്ചു എന്നുള്ളത് ഈ ജില്ലയിലെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ വളരെയധികം നന്ദിയോടെ ഞാനിവിടെ സ്മരിക്കുകയാണ്. ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഈ ജനസമ്പർക്ക പരിപാടി ഒരു ഭരണകൂടത്തിൻ്റെ ജനകീയ ഇടപെടലിൻ്റെ രൂപത്തിൽ ഒരു വലിയ വിസ്മയമായി തന്നെ മാറിയിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.